എന്നെ കാണാൻ മുണ്ടിൽ ഇതിലും സ്റ്റൈലാണ് ആക്ച്വലി. എന്നെ വളർത്തിയത് നിങ്ങളാണ്. അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. സച്ചി എന്നോട് ഈ സിനിമയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല. പുഷ്പ പാർട്ട് 1 പോലും റിലീസ് ആയിട്ടില്ല. ഓരോ സിനിമയിലും രാജവട്ടൻ അത്രത്തോളം വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. ടോട്ടലി ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും. അപ്പൊ ഇതില് ലുങ്കി കൊടുത്ത വളരെ തനി നാടൻ ലുക്കില് അത് കാണുമ്പോൾ പീപ്പിൾ വിൽ കമ്പയറിംഗ് ലൈക്ക് പാവാടയ്ക്ക് ശേഷമുള്ള തനി നാടൻ ലുക്ക്, കടുവയ്ക്ക് ശേഷമുള്ള ഒരു മാസ് ലുക്ക്. സോ ലൈക്ക് എന്ത് ചെയ്താലും അത് കൊതിയോടെ കാത്തിരിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ. ഐ ഗോട്ട് ഓൺലി വൺ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇത്രയും സ്റ്റൈലായിട്ട് രാജവട്ടൻ സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. ഇഫ് വി പുട്ട് എ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇഫ് യു ആർ റിക്വസ്റ്റഡ് ഡബിൾ മോഹനന്റെ അതേ ലുക്കില് അതേ മേക്കപ്പില് ഒരു സ്റ്റേജ് അപ്പിയറൻസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ will that be a yes or no? എന്നെ കാണാൻ മുണ്ടിൽ ഇതിലും സ്റ്റൈലാണ് ആക്ച്വലി. ഞാൻ അറ്റ്ലീസ്റ്റ് എന്റെ ജനറേഷനിലുള്ള ചെറുപ്പക്കാരിൽ, അല്ലെങ്കിൽ ഇപ്പൊ ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, 43 വയസ്സായി. എന്റെ ജനറേഷനിലുള്ള ആക്ടേഴ്സിൽ പൊതുവെ മുണ്ടും ലുങ്കിയും ഒക്കെ കൊടുക്കാൻ താരതമ്യേന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ്. പബ്ലിക് ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ സ്ലൈറ്റ്ലി അൺകംഫർട്ടബിൾ. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് വരുന്നത്. ഐ മീൻ ഡബിൾ മോഹനനായി ഇനിയും വരാൻ ഒരു അവസരം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഐ വുഡ് ലവ് ടു റീവിസിറ്റ് ദ ക്യാരക്ടർ. അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ. പക്ഷെ ഇത് എന്നെ ഡബിൾ മോഹനാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ നമ്മുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ മനുവിന്റെ ഒക്കെ വലിയ എഫേർട്ട് ഉണ്ട്. പ്രമോദിന്റെ മേക്കപ്പിന്റെ ഒക്കെ വലിയ എഫേർട്ട് ഉണ്ട്. രാവിലെ ഞാൻ പോയി ആ കസേരയിൽ ഇരുന്നാൽ ഒരു മണിക്കൂറുണ്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് സീനുകളിൽ ഞാൻ ഈ ഇന്നർ വെസ്റ്റും ലുങ്കിയും മാത്രം എടുത്തിട്ടുള്ള സീനുകളുണ്ട്. അപ്പൊ എന്റെ കൈയും കാലും ഒക്കെ മേക്കപ്പ് ചെയ്യണം. വലിയൊരു എഫേർട്ട് ഉണ്ട്. അത്ര എളുപ്പമല്ല. അത്ര എഫേർട്ട് ഇല്ലെങ്കിലും നാച്ചുറലി രാജവേട്ടൻ ആ ലുക്ക് ഉള്ളതുകൊണ്ട് we will be happy seeing you in any look. ലുങ്കി എടുത്താലും സ്റ്റൈൽ ആണെന്ന് രാജവേട്ടൻ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണല്ലേ. താങ്ക് യു. നമസ്കാരം. എന്റെ ചോദ്യം രാജവേട്ടനോടാണ്. ഇവര് സഫല്യ. സോ വിലായത് ബുദ്ധയുടെ ട്രെയിലർ ആൻഡ് പോസ്റ്റർ കണ്ടപ്പോൾ രാജവേട്ടന്റെ കൂടെ തിലകൻ സാർ നിൽക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും തോന്നിയായിരുന്നു. അപ്പോൾ ഈ ഒരു അച്ഛൻ്റെയും മകൻ്റെയും കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഇവർ തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയായിരുന്നു? സ്വാഭാവികമായിട്ട് അവരുടെ അപ്പിയറൻസിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഷമ്മിച്ചേട്ടൻ കുറച്ചുകൂടെ പ്രായമായപ്പോൾ ഒരു യങ് തിലകങ്ങളുടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഷമ്മിച്ചേട്ടനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഷമ്മിച്ചേട്ടൻ കുറച്ച് പ്രായമായ ഒരു അപ്പിയറൻസ് ഉണ്ട്. ഓഫ്കോഴ്സ് അത് മേക്കപ്പ് ആണ്. പക്ഷെ എനിക്ക് ആ അപ്പിയറൻസിൽ ഒരുപാട് തിലകനങ്ങളിനെ ഓർമ്മ വന്നു. കാരണം ഞാൻ തിലകനങ്ങളുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും ഞാൻ നല്ല സിനിമകൾ ഒന്നെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ റുപ്പിയിൽ കുറച്ചധികം നാളുകൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ തിലകനങ്ങളിലുള്ള ക്യാരക്ടർ അപ്പിയറൻസും ഇതിൽ ഷമ്മിച്ചേട്ടന്റെ ഓൾഡ് അപ്പിയറൻസും എനിക്ക് സിമിലർ ആയിട്ട് തോന്നി. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഷമ്മിച്ചേട്ടന്റെ മുഖത്തും ഷമ്മിച്ചേട്ടൻ അഭിനയിക്കുന്ന രീതിയിലുമെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് തിലകനങ്ങളിനെ ഓർമ്മ വന്നു. ആൻഡ് ഓഫ് കോഴ്സ് ജനറ്റിക്കലി സിമിലാരിറ്റീസ് ഉണ്ടാവുമല്ലോ. ഷമ്മിച്ചേട്ടന്റെ ശബ്ദം, ഷമ്മിച്ചേട്ടൻ ചില സമയങ്ങളിൽ ചില ഡയലോഗ്സ് ത്രോ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് തിലകനങ്ങളിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ കഥാപാത്രത്തിനുമുണ്ട് ഒരു തിലകനങ്ങൾ വൈബുണ്ട് ഈ കഥാപാത്രം. ഈ ഒരു പക്ഷേ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഒരു 20 or 25 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഭാസ്കരൻ മാഷ് തിലകനങ്ങളായിരുന്നേനെ എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. മോഹനൻ മറ്റാരെങ്കിലും ആയിരിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു ഭാസ്കരൻ മാഷ് ഉറപ്പായിട്ടും തിലകനങ്ങളായിരുന്നേനെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ ലൈക്ക് ഐ സെഡ്, ഞാൻ ഈ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് നമ്മൾ ടെയിലിന്റെ ഷൂട്ട് ചെയ്യാൻ ഒന്നുകൂടെ മറയൂര് പോയപ്പോൾ ഞാൻ ഷമ്മിച്ചേട്ടനോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഷമ്മിച്ചേട്ടൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഷമ്മിച്ചേട്ടൻ്റെ സിനിമകളിൽ ഐ ട്രൂലി ബിലീവ് ദിസ് ഇസ് ഹിസ് ഫൈനസ്റ്റ് പെർഫോമൻസ്. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ഓഫ് യു വാച്ചിങ് വാട്ട് ഹി ഈസ് ഡൺ. ഹായ്, എൻ്റെ പേര് ആർച്ച. എൻ്റെ ക്വസ്റ്റ്യൻ ജെയിംസ് ബിജോയ് ചേട്ടനോടാണ്. ഈ ജെയിംസ് ബിജോയ് പൃഥ്വിരാജ് കോംബോയിൽ വരുന്ന എല്ലാ സോങ്സും സൂപ്പർ ഹിറ്റ് ആണല്ലോ. അപ്പൊ നിങ്ങളുടെ ഒരു സക്സസ് ഫോർമുല എന്താണെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാമോ? സക്സസ് ഫോർമുല എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ മിന്നലഴകെ എന്ന് പറഞ്ഞതിന്റെ ഒരു പാട്ടുണ്ട് 2007 റിലീസ് ചെയ്ത സോങ്. അപ്പൊ ആ സോങ്ങിന്റെ സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ സങ്കല്പമാണ്. വിനീത് ഞാനിവിടെ ആദ്യം പോയി ഗസ്റ്റ് അപ്പിയറൻസ് ചോദിക്കുന്ന പൃഥ്വിരാജിനോടാണ്. അന്ന് ഞങ്ങൾക്ക് അതെന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ചെയ്തു തന്നെ. അന്ന് തുടങ്ങിയ പിന്നെ എനിക്ക് തോന്നി എന്റെ കരിയറിലെ ഒരു വലിയ വഴിത്തിരിവായിട്ട് സിനിമയാണ് രണം. എന്തോ എനിക്കറിയില്ല, എന്റെ ത്രൂ ഔട്ട് ദ ജേർണി രാജുസ് എന്നെ എപ്പോഴും ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ സിനിമയിലും എന്റെ മാക്സിമം എഫോർട്ട് ഇടുന്നുണ്ട്. അപ്പൊ രാജുവിന്റെ സിനിമ ആകുമ്പോൾ അത് അതിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും
മൊത്തത്തിലുള്ള സിനിമയുടെ ഒരു വൈബ് അനുസരിച്ച് അത് കുറച്ചുകൂടെ ആംപ്ലിഫൈ ആകുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും വിലായത്ത് മുദ്ദയും. രാജുട്ടാ നമസ്കാരം. ഇപ്പം പടത്തിന്റെ ടീസറിലും അല്ലെങ്കിൽ സോങ്സിലാണെങ്കിലും പുഷ്പ റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കോളായിട്ട് തോന്നി. കാരണം രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര സിമിലർ ആണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ മോഹനെ പുഷ്പ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനൊരു സിമിലാരിറ്റി ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻസ് രാജുട്ട് എടുത്തിട്ടുണ്ടോ? സത്യത്തിൽ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യപ്പെടുമ്പോൾ സച്ചി എന്നോട് ഈ സിനിമയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല. പുഷ്പ പാർട്ട് 1 പോലും റിലീസ് ആയിട്ടില്ല. അപ്പൊ അന്ന് ഇതുപോലെ മറ്റൊരു ചന്ദന കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും അതിങ്ങനെ ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനായി മാറുമെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം ഈ വിലായത്ത് ബുദ്ധയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോ പുഷ്പ 1ഉം 2ഉം റിലീസായി. പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേജായി മാറിക്കഴിഞ്ഞു. അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് അറിവില്ലാത്തവർ ഇതിന്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും. ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ്. സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ്. സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല ചിലപ്പോൾ. ഇത്തരത്തിലൊരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളക്കടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിൽ ഉണ്ടെന്നുമുള്ള കാര്യം ഞങ്ങളായിട്ട് അത് അക്നോളജ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറിന്റെ നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല. അത് ഇല്ല, ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അത് സ്ക്രിപ്റ്റിങ്ങിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ഡിഫറെന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഹായ് രാജേട്ടാ, കഴിഞ്ഞ വർഷം ആടുജീവിതം ഇറങ്ങിയപ്പോൾ അതും ഒരു പുസ്തകമായിരുന്നു, സിനിമയായത്. ഇതോടെ വീണ്ടും ഒരു പുസ്തകം സിനിമയാവാണ്. കഴിഞ്ഞ വർഷം വലിയൊരു ട്രാവൽ ആയിരുന്നു. ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ കുറെ വർഷം നീണ്ടു നിന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ ഈ ഒരു സിനിമയ്ക്കൊപ്പമുള്ള ട്രാവൽ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2020 ആണ് ഈ സിനിമയെ കുറിച്ച് ആദ്യം ചിന്തിക്കുന്നതും പിന്നീട് ആ സമയത്ത് കോവിഡ് വരികയും സിനിമ വ്യവസായം തന്നെ ഒരു വലിയ കാലയളവിന് നിന്നു പോവുകയും ഞാൻ ആടുജീവിതം എന്ന സിനിമ പൂർത്തീകരിക്കാൻ വീണ്ടും രണ്ടാമത് ജോർഡനിലേക്കും അൽജീരിയയിലും ഒക്കെ പോകേണ്ടി വരികയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ തുടങ്ങാൻ ഒരുപാട് വൈകി. അൺഫോർച്ചുനേറ്റ്ലി ഇവൻച്വലി ഈ സിനിമ തുടങ്ങി ഇതിന്റെ ആദ്യത്തെ സ്കെഡ്യൂളിൽ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് എനിക്കൊരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്തതിന്റെ ഇടയിൽ ഒരു അപകടം സംഭവിച്ചത്. അപ്പൊ ആ ഒരു ഇഞ്ചുറിയുടെ നേച്ചർ കാരണം 18 മാസത്തോളം ഇനി ആക്ഷൻ ഇങ്ങനെ മറ്റു കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വളരെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു വലിയ കാലയളവ് ഈ സിനിമ ഡോർമെന്റ് ആയി നിന്നത്. പക്ഷേ താങ്ക്ഫുള്ളി എനിക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ടും ഒരുപക്ഷെ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടും ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റി. ഞങ്ങൾ തിരിച്ചു വന്ന് വിലായത്ത് ബുദ്ധയിലെ ആക്ഷൻ സീക്വൻസുകളെല്ലാം ഷൂട്ട് ചെയ്തു. എങ്ങനെ ആ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നോ, ജയനും ഞാനും സ്വപ്നം കണ്ടിരുന്നോ, അത് ആ തരത്തിൽ തന്നെ ഞങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ മനസ്സിൽ കണ്ട വിലായത്ത് ബുദ്ധ എന്ന സിനിമ നിങ്ങൾക്കും ഇഷ്ടപ്പെടട്ടെ, നിങ്ങളും അതുമായി റെസൊനേറ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ രാജുവേട്ട. രാജുവേട്ട ഇപ്പം മലയാള സിനിമ റിലീസുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പം രാജുവേട്ടൻ്റെ വെൽക്കം വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മൾ കുറേ റീവിസിറ്റ് ചെയ്തു രാജുവേട്ടൻ്റെ പല റോൾസും. രാജുവേട്ടൻ ഒരു ആഗ്രഹമുണ്ട്, ഒരു മൂവി റിലീസ് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് ഇറ്റ് ബി? ഒരുപാട് സിനിമ നമ്മൾ അഭിനയിച്ച സിനിമകളോട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക മമത ഉണ്ടാവുമല്ലോ. സോ ഐ വിൽ പിക്ക് എ ഫിലിം ദാറ്റ്സ് സ്പെഷ്യൽ നോട്ട് ജസ്റ്റ് ഫോർ ദ ഫിലിം, പക്ഷെ ആ സിനിമ ഉണ്ടായ ഒരു രീതിയൊക്കെ കാരണം ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫിലിം ഫോർ മീ. മേ ബി വർഗം. രാജോട്ടാ നമസ്കാരം. ഇവിടെ ഞാൻ തീർച്ചയായിട്ടും വിലായത്ത് ബുദ്ധയുടെ ലോഞ്ചിനൊപ്പം തന്നെ ഇരട്ടി മധുരം എന്നോളം നമ്മൾ ആഘോഷിക്കുന്ന ഒന്നുകൂടിയാണ് രാജമൗലി ചിത്രം. തുമ്പയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പൃഥ്വിരാജ് സുകുമാരനോട് പുറത്തു വന്നു കഴിഞ്ഞു. ഞാൻ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന് സാക്ഷാൽ രാജമൗലിയും പറയുന്ന ഒരു സമയം കൂടിയാണ്. എപ്പോഴും ഈ പ്രശംസകൾക്കൊപ്പം തന്നെ വരുന്ന വിമർശനങ്ങളെ വളരെ ലളിതമായിട്ട് മറികടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എപ്പോഴും നമ്മൾ പറയാറുണ്ട് ബീയിങ് മോഹൻലാൽ ഈസ് നോട്ട് ഈസി എന്നുള്ളത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബീയിങ് പൃഥ്വിരാജ് ഈസ് നോട്ട് ഈസി എന്നുള്ളതാണ്. അപ്പോൾ ബീയിങ് പൃഥ്വിരാജ് ഈസ് നോട്ട് ഈസി ആണോ, അത് ആക്ച്വലി കുറച്ച് ഡിഫിക്കൽട്ട് ആണോ?
ഐ ഡോണ്ട് നോ, എന്നെ വളർത്തിയത് നിങ്ങളാണ്. അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ലേ. അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ്. സോ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്ട്. യു ആർ ഫ്രീ ടു ക്രിട്ടിസൈസ് മീ. ഞാൻ ഐ കീപ് ട്രൈങ്. ഞാൻ എപ്പോഴും ഒരു സത്യം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. ഒരു ലെസ് ദാൻ 100% എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല. എൻ്റെ പരിമിതമായ കഴിവുകൾ 100% അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് ഞാൻ പരമാവധി ഐ വിൽ ട്രൈ. ഓഫ് കോഴ്സ് രാജമൗലി സാറിന്റെ സിനിമ ഇൻഫാക്ട് നാളെയാണ് അതിന്റെ ഒഫീഷ്യൽ ലോഞ്ച്. സോ ഇനി ആ സിനിമയെ കുറിച്ച് ഇനിയും സംസാരിക്കാൻ സമയമുണ്ടല്ലോ. അതിന്റെ റിലീസ് സമയമൊക്കെ ആകുമ്പോൾ there will be a lot of venues where we can speak about that film. അന്നാവട്ടെ. ബുക്ക് വായിച്ചപ്പോ തന്നെ ഇത് സിനിമയെ കാണാനുള്ളൊരു എല്ലാവിധ എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. അപ്പൊ അതില് സച്ചി സാറ് തുടങ്ങി വെച്ചൊരു പ്രൊജക്റ്റാന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷൂട്ടിങ്ങിന്റെ ഏതെങ്കിലും വേളയില് സച്ചി സാറിനെ ഓർമ്മ വന്ന എന്തെങ്കിലും മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യാം. സച്ചിൻ എങ്ങനെ ഷൂട്ടിംഗ് വേണമെന്നില്ല ഓർമ്മ വരാൻ. സച്ചിൻ ഞാനങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഉള്ളൊരു ആളല്ല. സിനിമാ മേഖലയിൽ നിന്നും അങ്ങനെ വലിയൊരു സുഹൃത്ത് വലയം ഒന്നും ഉള്ളൊരാളും അല്ല ഞാൻ. അപ്പൊ എനിക്ക് ഒരു ഫ്രണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം ചില വ്യക്തികളുടെ ഒരാളായിരുന്നു സച്ചിൻ. സച്ചിൻ ഞാനും അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ ചെയ്തിരുന്ന, എല്ലാ കൊല്ലവും ഓരോ സിനിമകൾ ചെയ്തിരുന്ന കൊളാബറേറ്റേഴ്സ് ഒന്നും അല്ല. ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്ന, എല്ലാ ഞായറാഴ്ചയും വിളിച്ച അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഐ ജസ്റ്റ് ന്യൂ ദാറ്റ് ഹി വാസ് ദേർ ഫോർ മീ ആൻഡ് ഹി ന്യൂ ദാറ്റ് ഐ വാസ് ദേർ ഫോർ ഹിം. സച്ചിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ, സച്ചിക്കൊരു ക്രൈസിസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാം എന്ന് തോന്നുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു സച്ചിൻ. ആൻഡ് ഐ മിസ് ദാറ്റ്. ഐ മിസ് ഹിം. ആൻഡ് അത് വിലായത്ത് ബുദ്ധയുടെ ഷൂട്ടിംഗ് എന്നുള്ളതല്ല. ഐ റിയലി വിഷ് ഹി വാസ് ഹിയർ. അത് എന്നെ വെച്ച് ഇനി ഒരു സിനിമ പോലും ഇനി ഒരിക്കലും സച്ചിൻ ചെയ്യില്ലെങ്കിലും ഐ സ്റ്റിൽ വിഷ് ഹി വാസ് ഹിയർ. താങ്ക് യു സോ മച്ച് രാജവേട്ട. അവിടുന്ന് കുറെ പേര് കുറച്ച് നേരമായിട്ട് ഹായ് തരുന്നുണ്ട് രാജവേട്ട. അതിന്റെ കൂടെ ഇപ്പൊ എനിക്ക് ക്രൗഡ് കിട്ടിയതാണ് രാജവേട്ട ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഫ്രം അഭിഷേക് അല്ലേ? താങ്ക് യു അഭിഷേക്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അതോടെ രാജവേട്ട. അപ്പോ യെസ്, ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. പക്ഷേ അതിനു മുന്നേ ഐ തിങ്ക് ജയൻസ് ഹാവ് ഗോട്ട് സംതിങ് മോർ ഇമ്പോർട്ടന്റ് ടു സേ. അല്ല, ഈ സിനിമ ഈ രീതിയിൽ